പോടെ. സോറി. നോ പ്രോബ്ലം. ഹൗ ആർ യു ജോൺസൺ? സുഖം. ഏതാണ്ട് ഒരാഴ്ചയായല്ലേ? എന്താ എടുക്കണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം. താങ്ക് യു. ഞാൻ കൊച്ചിയിലാണേ, മാഷ കൂടെ വന്നതാണ്. ഞാൻ മാഷിനെ തൃശ്ശൂരാക്കിയിട്ടേ വൈകുന്നേരം തന്നെ പാലക്കാടേക്ക് വരും. ഓ ശരി കേട്ടോളേ. എവിടെ ആയിരുന്നു? ഇതെങ്ങനെ ഭവനവേദനത്തിന് മാപ്പാക്കണം. പഴയ ഒരു ഓർമ്മയിൽ വേണുവാണ് പറഞ്ഞത് സഖാവ് പങ്കജം താക്കോല് വെക്കുന്ന സ്ഥലം എടുത്ത് പരിചാരികയുടെ മാർഗമാണ് അകത്ത് കയറി. അതിനെന്താ മാഷേ, ഇനി താക്കോൽ കിട്ടിയില്ലെങ്കിൽ തന്നെ ചവിട്ടി തുറന്ന് അകത്ത് കയറാമല്ലോ. കേരളത്തിലെ ഒരു ബുദ്ധിജീവി ഒരു വാതിൽ ഇന്നവരെ ചവിട്ടി പൊളിച്ചിട്ടില്ല. എന്താ കാരണം? ആരോഗ്യമില്ല. അതന്നെ. ഞങ്ങൾ സമീറിന്റെ വീട്ടിൽ നിന്ന് വരിക. സഹിക്കാൻ കഴിയുന്നില്ല ഇഷ്ടം. അവന്റെ ഉമ്മയുടെ ഉമ്മമ്മയുടെ ഒക്കെ കരച്ചിലേ. ഇരയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തില് മരണത്തിന് പലപ്പോഴും വിചിത്രമായ പ്ലാനാണുള്ളത്. സമീറിന്റെ കാര്യത്തിൽ വിചിത്രമൊന്നല്ല, ക്രൂരമെന്നാ പറയേണ്ടത്. എന്തിനായിരുന്ന പാവം ചെറുക്കനെ കഴിക്കരുതെന്നല്ല, മദ്യം കാണരുതെന്നാ ഡോക്ടർമാർ അവനോട് പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ നിന്ന് ചാടിയിട്ടില്ല അവൻ രഘുവിന്റെ അടുത്തേക്ക് വന്നത്. അതൊക്കെ ഒരു കാരണം വേണം. കുടിച്ച് ചത്തൂന്ന് നാറികൾ പറഞ്ഞു നടക്കുമല്ലോ, അതാലോചിക്കുമ്പോഴാ. ഭൂമിയിൽ അനുവദിച്ച സമയം അവന്റെ കഴിഞ്ഞു. അതന്നെ മാഷ സ്പിരിച്വൽ ആവില്ലേ, അത് ബോറാവും. രഘുവേ എടുക്കട്ടെ ഒരെണ്ണം. സർക്കാർ മുദ്രയുള്ളതാ, വില കുറവ്, വീര്യം കൂടിയത്. വേണ്ട, നിനക്ക് ബ്രാൻഡഡ് അല്ലേ പറ്റൂ. ഇവിടെ പക്ഷെ ഒഴിഞ്ഞ കുപ്പികളേ ഉള്ളൂ. ഇതെന്താ ഹോബിയോ? പോയ കാലമാണ് രവിയേട്ട. ഓരോ കുപ്പിക്കുള്ളിലും ഒഴിഞ്ഞ കൽപ്പകത്തുണ്ടുകൾ. ഒഴിക്കട്ടെ നക്ഷത്രക്കുട്ട. വേണ്ട തോമാശ, ബ്രാൻഡിന്റെ പ്രശ്നമൊന്നുമല്ല. ഞാൻ കഴിക്കുന്നില്ല. അതെന്ത് വർത്താനം ഇഷ്ടാ? ഇന്ന് കഴിച്ചില്ല പിന്നെ എന്നടാ കഴിക്കുക? വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. നിർബന്ധിക്കണ്ട, അറിയാലോ എന്നെ. ഇവിടെ നിലത്ത് കിടന്നിട്ടല്ലേ അവൻ. രവിയേട്ട, സുഹൃത്തുക്കളെ മരണത്തിൽ മാത്രം തമ്മിൽ കാണുന്നവരായിരിക്കുന്നു നമ്മള്. ഇനി ആരുടെ ചാവനാ മാഷേ? അവൻ ചത്തപ്പോ നികത്താനാവാത്ത നഷ്ടം വിലപിക്കാനോ ആകാശത്തേക്ക് വെടിവെക്കാനോ ഒരു രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും ഞാൻ കണ്ടില്ല. അക്ഷരവിരോധികളായ നായിന്റെ മക്കള്. അവൻ എന്തായിരുന്നെന്ന് അറിഞ്ഞവർക്കേ അവന്റെ നഷ്ടത്തിന്റെ വില അറിയൂ. അവന്റെ ആ ഹ്യൂമർ സെൻസ്, കാച്ചിന്റെ സമയത്തുള്ള കാച്ച് ഓർക്കില്ലേ? നീ അക്കാഡമി അവാർഡ് ഡിക്ലെയർ ചെയ്തപ്പോ അന്നത്തെ അക്കാഡമി ചെയർമാന് അവൻ എഴുതിയ ഒറ്റവരിക്കത്ത്. പിന്നെ അടിയൻ ഇനി ഇത് ആവർത്തിക്കില്ല, പുരസ്കരിച്ചത് എണ്ണിക്കരുത്. അവന്റെ മരണം കണ്ടുപോയെന്ന് കള്ളുകൂടി നിർത്തിയാണോ നീ? നിർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല. വെറുപ്പ് തോന്നി തുടങ്ങി. മടുക്കില്ലേ രവിയേട്ട? എത്ര കാലമായി. മാഷെ പോണ്ടേ? പോണം പോണം. തൃശ്ശൂർ എത്തിയിട്ട് ചില ചിറ്റിക്കളിയൊക്കെ ഉണ്ട്. കുപ്പിയിട്ട് ഓക്കെ. അപ്പൊ ശരി, ഗുഡ് ബൈ. വിളിക്കാടാ. വെറുക്കല്ലടാ മദ്യത്തിനെ. R.L. സ്റ്റീവൻസൺ എഴുതിയത് നീയും വായിച്ചിട്ടില്ലേ? വൈൻ ഈസ് ബോട്ടിൽഡ് പോയട്രി. മദ്യം കുപ്പിയിൽ നിറച്ച കവിതയാണ്.
ഷിറ്റ്. വെള്ളവാടി നിർത്തണമെന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ പേര് വെള്ളം സപ്ലൈ നിർത്തുക എന്ന് പറഞ്ഞ പ്ലംബർ മണിയൻ. Where are you, bastard? സാറേ, കോളനിയിൽ എല്ലായിടത്തും വെള്ളം വരുന്നുണ്ടല്ലോ. അതൊക്കെ കാണും. നീ ഇവിടുത്തെ കാര്യം നോക്ക്. ബില്ല് കെട്ടാൻ മറന്നോ? ഇനി കട്ടായതാണോ? ബില്ലും പുല്ലും ഒക്കെ കിട്ടിയതാ. ഇയാളൊന്ന് പോയി നോക്ക്. ഓ, അയ്യപ്പാ. ഒരു ടാപ്പിലും വെള്ളമില്ലേ സാറേ? അതുകൊണ്ടല്ലേ മണിയാൻ നിന്നെ വിളിപ്പിച്ച്. കുടിവെള്ളം ഇല്ലേ? ഡോ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അയ്യപ്പാ. രാവിലെ കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഇതൊരു ചടങ്ങ. ഒന്നര അടിച്ച മൂന്നിന്റെ ഗുണം ഇതുകൂടെ കയറുമ്പോ. സാറിരിക്കെ, 2 മിനിറ്റത്തെ പണിയെ കാണൂ. നിസ്സാര കേസായിരുന്നു. മെയിൻ ലൈനിന്റെ വാൽവ് ഒന്ന് മാറ്റണം. അത് നാളെ വരുന്നുള്ള ഞാൻ ചെയ്തോളാം. എന്താ ഇയാളുടെ ചാർജ്? ഓ, ഇതിനെന്ത് ചാർജ് സാറേ? ഒന്നുമില്ലേ? ഇല്ല. ഈ കാലിക്കുപ്പിയൊക്കെ പിറകി വിറ്റൂടെ? ഇയാള് പോയെ. ഓ, ഇരിക്കെ. അലക്സി. അവനും സണ്ണിയും പുറത്തുപോയി. അലക്സിയുടെ ഒരു കസിൻ യുഎസിലേക്ക് പോകുന്നു. CF പാർട്ടി. നീ പോയില്ല? തോന്നിയില്ല. ടയർഡ്. ഇന്ന് മുഴുവൻ റെക്കോർഡിംഗ് തിയേറ്ററിലായിരുന്നു. സമീർ മരിക്കുന്ന ദിവസം രാവിലെ എന്നെ കണ്ട് ഒരു പാട്ട് തന്നിരുന്നു ട്യൂൺ ചെയ്യാൻ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. യെസ്, കണ്ടിരുന്നോ അത്? അവൻ പറഞ്ഞു. അന്ന് വീട്ടിൽ വന്ന് പലതും പറഞ്ഞ കൂട്ടത്തിൽ ഈ 2 വരിയും. ഇന്ന് വരുമ്പോൾ ആ വരികൾ ഓർത്ത് ഞാൻ അവനെയും ട്യൂൺ ചെയ്തോ? ചെയ്തു. റെക്കോർഡിംഗും കഴിഞ്ഞു. പാവം, അവനുണ്ടായിരുന്നെങ്കിൽ കള്ളടിച്ചിട്ട് എന്നെ തെറി വിളിച്ചേനെ. ആദ്യം കേൾക്കുമ്പോ
ഇങ്ങനെയല്ല അങ്ങനെയല്ല, ഇത് ശരിയായിട്ടില്ല അത് ശരിയായിട്ടില്ല. പിറ്റേന്ന് മാറും, മറക്കും. അതെ, മീര ചേച്ചിക്ക് ഇത് കഴിയും. യു ആർ ദ ബെസ്റ്റ് എന്നും പറയും. പാവം. കേൾക്കാൻ പറ്റുമോ? ഷ്യൂർ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചില. ഞാനിന്ന് അവന് വേണ്ടി ഒരു ഡ്രിങ്ക് അടിച്ചു. വേണോ ഒന്ന്? വേണ്ട. ഈ രാത്രിക്ക് വേണ്ടിയും സമീറിന് വേണ്ടിയും 2 ഡ്രിങ്ക് കഴിക്കാതെ മാറ്റി വെക്കണമായിരുന്നു. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ ഒരാഴ്ചനുള്ളത് മുഴുവൻ കുടിച്ചു പറ്റിച്ചു. That's sad. നീ പ്ലേ